والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين أما بعد ഒന്നിരായ സാദാത്തിന് ഒന്നാമതാണ് നമ്മുടെ കബൂൽ ചെയ്യുമാറാകട്ടെ. നമ്മുടെ ഈ ചാവക്കാട് കടപ്പുറം പ്രദേശത്ത് വിശുദ്ധ ദീനിന്റെ ദീപശിഖ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക. ഇന്ന് ബഹുമാനപ്പെട്ട സയ്യിദ് അഹ്മദുൽ ബുഖാരി തങ്ങളുടെ 210ാമത്തെ ആണ്ടാണ്. റബീഉൽ അവ്വൽ 4-നാണ്, നാളെയാണ് ശരിക്കും. ഒരു സൗകര്യം പരിഗണിച്ചുകൊണ്ടാണ് ഞായറാഴ്ച ആക്കിയത്. 210ാമത്തെ ആണ്ടാണ്. 210 വർഷങ്ങൾക്ക് മുമ്പത്തേക്ക് നമ്മളൊന്ന് നമ്മുടെ ഈ പ്രദേശത്തെ കുറിച്ച് സങ്കല്പിച്ചു നോക്കിയാൽ വളരെ എല്ലാ നിലയിലും വളരെ പരിതാപകരമായ അവസ്ഥ. ഇതേപോലെ തിങ്ങിപ്പാർക്കുന്ന വീടുകളോ സൗകര്യങ്ങളോ ഒന്നുമില്ലാത്ത കാലഘട്ടം. ആ ഒരു കാലഘട്ടത്തിൽ 210 വർഷം എന്ന് പറയുമ്പോൾ ഏകദേശം 240 വർഷത്തോളമായി ബഹുമാനപ്പെട്ടവർ ഈ മണ്ണിൽ കാലുകുത്തിയിട്ട് എന്റെ നിഗമനങ്ങൾ വെച്ചുകൊണ്ട് ഒരുപക്ഷെ അന്ന് നമ്മുടെ കടപ്പുറം പഞ്ചായത്തിൽ ഒരുപക്ഷെ ജുമാഅത്ത് പള്ളി ഉണ്ടാവുക, ഒരുപക്ഷെ ഒന്ന് പാപ്പാട പള്ളി ഉണ്ടാകാം, അതേപോലെ തന്നെ പ്ലാങ്ങാട്ട പള്ളി ഉണ്ടാകാം, മറ്റൊരു ജുമാഅത്ത് പള്ളി ഉണ്ടാവുന്ന എന്റെ നിഗമനം വെച്ച് പോകുന്നില്ല. പിന്നീട് ആ ബാക്കിയുള്ള ജുമാഅത്ത് പള്ളിയിലൊക്കെ പിന്നീട് വന്നതാണ്. അപ്പം അങ്ങനെ ഒരു കാലഘട്ടത്തിൽ വളരെ ചുരുങ്ങിയ മുസ്ലിമീങ്ങൾ മാത്രമുള്ള ഒരു കാലഘട്ടത്തിൽ മഹാനായ മൗലൽ ബുഖാരി തങ്ങൾ, ബഹുമാനപ്പെട്ട അഹ്മദുൽ ബുഖാരി തങ്ങളുടെ അമ്മാവനുമാണ് അമ്മോസനുമാണ്. ബഹുമാനപ്പെട്ട നബീൽ മന്ദലാകുന്ന സ്ഥാപകരുണ്ട്. ഈ വിഷയത്തിൽ വലിയ ഖിദ്മത്ത് ചെയ്തൊരു സമകാലിക പണ്ഡിതനാണ്. കാരണം ഈ ചരിത്രങ്ങളൊക്കെ ഉറങ്ങിക്കിടന്നപ്പോൾ അതിനെ ജീവിപ്പിച്ചുകൊണ്ട് ബുഖാറയിലെ സാദാത്യങ്ങൾ എന്ന് പറഞ്ഞ് മലയാളത്തിലൊരു പുസ്തകം അദ്ദേഹം രചിച്ചിട്ടുണ്ട്. നമ്മളിൽ പലരും കണ്ടിട്ടുണ്ടാവും. അതെല്ലാവരും ഒന്ന് കൈപ്പറ്റേണ്ട പുസ്തകമാണ്. 2 കോപ്പി ഉണ്ട്, അത് മുതലാവില്ല. അപ്പൊ ഇൻഷാ അല്ലാഹ് ആവശ്യമുള്ളവർ അത് പഠിക്കേണ്ടതാണ്. നമ്മുടെ വീടുകളിൽ സൂക്ഷിക്കുകയും നമ്മുടെ തലമുറകൾക്ക് ആ ചരിത്രം കൈമാറുകയും ചെയ്യേണ്ടതാണ്. അപ്പോൾ ധാരാളം ഇവിടുത്തെ സാദാത്യങ്ങളുടെ പവിത്രത നമ്മൾ പറയാം. ബഹുമാനപ്പെട്ട അഹ്മദുൽ ബുഖാരി തങ്ങളുടെ കറാമത്തുകൾ തന്നെ എണ്ണിയാൽ തീരൂല. ഞാനൊരു കാര്യം പറയാം. കടപ്പുറം പഞ്ചായത്തിന്, കടപ്പുറം എന്ന് പറയുന്ന ഈ പ്രദേശത്തെ ഈ ഭൂമിയുടെ ഭൂവിസ്തൃതി ഉണ്ടായതിലും അതേപോലെ ആത്മീയ വിസ്തൃതി ഉണ്ടായതിലും പങ്കുവെച്ചത് അഹ്മദുൽ ബുഖാരി തങ്ങളാണ്. ഒരാൾക്കും നിരാകരിക്കാൻ പറ്റില്ല. കാരണം ബ്രിട്ടീഷുകാര് ബഹുമാനപ്പെട്ട അഹ്മദുൽ ബുഖാരി തങ്ങളെ വീട് പണിതു, പള്ളിയും സ്ഥാപിച്ചു. പള്ളിയുടെയും വീടിന്റെയും ഇടയിൽ കൂടിയാണ് അഴി കീറി കൊണ്ടുവന്നത്. ഇന്ന് ഇവിടുന്ന് 1.5 കിലോമീറ്റർ അപ്പുറത്തുള്ള അഴി അന്ന് കീറിയത് ഇവിടാണ്. അങ്ങനെ ഒരു അഴി ഇവിടെ കീറിയിരുന്നെങ്കിൽ ഇവിടുന്ന് തെക്കോട്ടുള്ള പ്രദേശമില്ല. 800-900 വീടുകളിലധികം വീടുകൾ ഇപ്പോൾ ഉണ്ട്. ആ പ്രദേശമില്ല. അപ്പം ഈ നാടിന്റെ ഭൂവിസ്തൃതി ഉണ്ടാകുന്നതിലും അതിലുപരി ആത്മീയ വിസ്തൃതി ഉണ്ടാക്കുന്നതിലും ബഹുമാനപ്പെട്ട അഹ്മദുൽ ബുഖാരി തങ്ങളുടെ അവിടുത്തെ പരിശ്രമവും അവിടുത്തെ ദഅവത്തും വളരെ വലുതാണ്. മാത്രമല്ല ഈ കേരളത്തിലും പുറത്തുമൊക്കെ നമ്മളൊക്കെ ശരിക്കും മനസ്സിലാക്കേണ്ടത് തെന്നിന്ത്യയിലെ ഏറ്റവും വലിയ ഇസ്ലാമിക സ്ഥാപനമാണ് വെല്ലൂർ ബഖിയത്തുസ് സ്വാലിഹാത്ത്. അവിടുത്തെ ബാരി സ്ഥാപകനാണ് ബഹുമാനപ്പെട്ട ഷെയ്ഖ് അബ്ദുൽ വഹാബ് ഹദറത്ത്. അവര് പോലും ഖാദിരിയ സരണി ഇന്ത്യയിലുള്ള ആലിമീങ്ങളിൽ തലമുതിർന്ന കേരളത്തിലുള്ള ആലിമീങ്ങളുടെ എല്ലാ ഉസ്താദുമാരെ ബാക്കിയത്തിലേക്കായിരിക്കും പഴയകാലത്ത് അവിടെയൊക്കെ പഠിക്കാൻ പോയിരുന്നത്. പിന്നാണ് പട്ടിക്കാട് ജാമിയയിലൂരൊക്കെ കേരളത്തിൽ ഉണ്ടാകുന്നത്. അത്ര വലിയ മഹത് സ്ഥാപനം, 160ഓളം വർഷം പഴക്കമുള്ള സ്ഥാപനം ബാരി ഹസ്രത്ത് അബ്ദുൽ വഹാബ് ഹദറത്ത്. ബഹുമാനപ്പെട്ടവർ ഖാദിരിയ ത്വരീഖത്ത് സ്വീകരിച്ച ബഹുമാനപ്പെട്ട നമ്മുടെ ഹിബത്തുല്ലാത്തങ്ങളുടെ നമ്മുടെ ഇവിടെ ഇരിക്കുന്ന നമ്മുടെ കൊച്ചു കോയത്തങ്ങൾ, മുസ്തഫ കൊച്ചു കോയത്തങ്ങൾ ഉപ്പ വലിയ ഹിബത്തുല്ലാത്തങ്ങൾ ഉപ്പ വലിയ കോയമാത്തങ്ങൾ നമ്മുടെ മക്കാമിലേക്ക് നേരെ അങ്ങോട്ട് ഇറങ്ങി ചെല്ലുമ്പോൾ വലതുഭാഗത്ത് ഭിത്തിയോട് ചേർന്ന് കാണുന്ന ഖബർ. ഈ ഗ്രന്ഥത്തിന്റെ ധാരാളം വലിയ മഹാൻ ബഹുമാനപ്പെട്ട ആ തങ്ങളിൽ നിന്നാണ് ബഹുമാനപ്പെട്ട ബാഖിയാത്തിന്റെ ബാനി ഹസ്രത്ത് അബ്ദുൽ വഹാബ് ഹസ്രത്ത് ഖാദിരിയ ത്വരീഖത്ത് സ്വീകരിച്ചു എന്ന് പറയുമ്പോൾ ബാനി ഹസ്രത്ത് ആരെന്ന് ഒറ്റ ഉദാഹരണം ഞാൻ അവസാനിപ്പിക്കാൻ നബീൽ ഉസ്താദ് സംസാരിക്കും. ബാനി ഹസ്രത്ത് ആരെന്ന് മനസ്സിലാക്കാൻ ബഹുമാനപ്പെട്ട അബ്ദുൽ വഹാബ് ഹസ്രത്ത് ബാഖിയാത്തുസ് സ്വാലിഹാത്തൊക്കെ സ്ഥാപിച്ചു. അതിന്റെ മുമ്പ് വലിയ ചരിത്രമുണ്ട്. അതിനുശേഷം ബഹുമാനപ്പെട്ട അന്ന് കുട്ടികളെ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ വേസ്റ്റുകൾ ഉണ്ടാവുമല്ലോ, അത് കഴിക്കാൻ വേണ്ടി ഏതാനും കോഴികളെ ബഹുമാനപ്പെട്ടവർ വാങ്ങി നിർത്തിയെന്നാണ്. അങ്ങനെ കോഴി വളർന്നു പാകമായപ്പോൾ പണ്ടാരി കോഴി അറുത്ത് പാചകം ചെയ്തു. ആ ഇറച്ചി ബഹുമാനപ്പെട്ട ബാനി ഹസ്രത്തിന് കൊണ്ടുകൊടുത്തു. ബഹുമാനപ്പെട്ടവർ നിരാകരിച്ചു. ഇത് മുതഅല്ലിമീങ്ങൾ കഴിക്കുന്നതിന്റെ ബാക്കി ഭക്ഷണം കഴിച്ചതാണ്, അതുകൊണ്ട് എനിക്ക് ആ ഭക്ഷണം കഴിക്കാൻ എനിക്കത് ഹലാലല്ല എന്നൊരു നിലപാടെടുത്ത വലിയ മഹാനാണ് ബഹുമാനപ്പെട്ട ബാനി ഹസ്രത്ത്. അത്രയും ഉന്നത ശ്രേണിയുള്ള മഹാനവർകൾ പോലും ഖാദിരിയ ത്വരീഖത്ത് ഈ മണ്ണിൽ വന്ന് സ്വീകരിച്ചു എന്ന് പറയുമ്പോൾ
ഈ മണ്ണിന്റെ പവിത്രത എത്രമാത്രം ഉണ്ടാകും. അതുകൊണ്ടാണ് ഞാൻ ഏകദേശം 8 വർഷമായി ഈ കടപ്പുറം പ്രദേശത്ത് വരുമ്പോൾ ഞാനിങ്ങനെ പലപ്പോഴും സിയാറത്ത് ചെയ്യും. ലത്തീഫ് ഉസ്താദ് ഇവിടെ ഏറെ പഴക്കമുള്ള നമ്മുടെ കടപ്പുറം പഞ്ചായത്തിലെ ഏറ്റവും സീനിയറിറ്റിയുള്ള ഉസ്താദ്, 46 വർഷമായി ഈ മണ്ണിൽ വന്നിട്ട്. 19ാമത്തെ വയസ്സിൽ വന്നേ ഉസ്താദിനോട് 3 വർഷം മുമ്പ് ഇങ്ങനെ ബഹുമാനപ്പെട്ട ഒരു ആണ്ട് വന്നപ്പോൾ ഞാനിങ്ങനെ ഇവരോടൊക്കെ പറഞ്ഞു നമുക്കൊരു സിയാറത്ത് കടപ്പുറം റേഞ്ചിന്റെ നേതൃത്വത്തിൽ ചെയ്യാം. അങ്ങനെ ആ കഴിഞ്ഞ വർഷം നമ്മൾ സിയാറത്ത് മാത്രം നടത്തിയ ആസിഡ് പിരിഞ്ഞു. കഴിഞ്ഞ വർഷം സിയാറത്ത് നടത്തിയ അപ്പുറത്ത് മറ്റൊരു വീട്ടിൽ നമ്മൾ മൗലൂദ് പിരിഞ്ഞു. ഈ വർഷം സാധുക്കളോടൊക്കെ ഞാൻ പറഞ്ഞു നമുക്ക് ഇവിടെ വെച്ച് നടത്തണം. അപ്പൊ തങ്ങളും അങ്ങനെ ഞാൻ ഇറങ്ങി 2 ദിവസം കൊണ്ട് ഞാൻ 1-2 സുഹൃത്തു കൂടെ ഇറങ്ങി ഇങ്ങനെ ഇതേ കൂടെ രാവിലെ വൈകിട്ട് 2 തൊട്ടൊക്കെ ഇറങ്ങി പലരെയും കണ്ട് പറഞ്ഞവരൊക്കെ വലിയ ആവേശത്തോടു കൂടി ഇതിനെ ഏറ്റെടുത്തു. അൽഹംദുലില്ലാഹ് അല്ലാഹു ഈ കബൂൽ ചെയ്യുമാറാകട്ടെ. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മള് സ്വാലിഹീങ്ങളൊന്നും അല്ല, പക്ഷേ യുഹിബ്ബുസ് സ്വാലിഹീന വലസ്തു മിൻഹും. നമ്മൾ സ്വാലിഹീങ്ങളെ ഇഷ്ടപ്പെടുന്നവരാ. മഹാനായ ഇമാം ഷാഫി തങ്ങളെ പറഞ്ഞത് ഞാനൊരു സ്വാലിഹൊന്നും അല്ല, പക്ഷെ ഞാൻ സ്വാലിഹീങ്ങളെ ഇഷ്ടപ്പെടുന്നു. ഷാഫി തങ്ങൾ പറഞ്ഞ വൈത്ത. അപ്പൊ നമ്മൾ സ്വാലിഹ് അല്ലെങ്കിലും സ്വാലിഹീങ്ങളെ ഇഷ്ടപ്പെടുമ്പോൾ അവരുടെ ഓരം പിടിച്ചുകൊണ്ട് നമുക്ക് രക്ഷപ്പെടാൻ സാധ്യമാകും. അവരുടെ ഓരം പിടിച്ചുകൊണ്ട് അല്ലാഹു തആല നമ്മൾ അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, എന്റെയൊക്കെ മനസ്സ് നമ്മുടെ ഒരു ആഗ്രഹം നല്ല റാഹത്തായ മാസത്തിൽ ബഹുമാനപ്പെട്ട ഒരു മൗലിദെങ്കിലും ഇവിടെ നേരത്തെ ഉണ്ടായിരുന്നു തോന്നില്ലേ? ഉണ്ടായിരുന്നു, നിരച്ചുപോയി. മാസത്തിൽ പറ്റുന്ന ഒരു സ്ഥാനം കൂട്ടിയിട്ട് ഒരു മൗലിദ് എല്ലാ മാസം 4 ചെറിയൊരു മൗലിദെങ്കിലും 4 ആളെങ്കിലും കൂടി അങ്ങനെ നമ്മുടെ അടുത്ത തലമുറയ്ക്ക് ഇതൊന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടി. മറ്റൊന്നും വേണ്ട, നമുക്ക് മറ്റു ലക്ഷ്യമൊന്നുമില്ല, ഇതിങ്ങനെ നിലനിർത്താൻ വേണ്ടി. ഞാൻ നബി ഉത്സവമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുക. ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ബഹുമാനപ്പെട്ട ഒരു ആണ്ടിന് മുമ്പായിക്കൊണ്ട് പിന്നെ നമുക്കൊരു സെമിനാർ നടത്തണം. ഇവിടുത്തെ എല്ലാ സാദാത്യങ്ങളെയും ഇവിടെ ജീവിച്ചിരിക്കുന്ന എല്ലാ വിഭാഗ സാദാത്യങ്ങളും നമ്മൾ ചരിത്രം കൈമാറാൻ വേണ്ടിയാണ്, അത് സമൂഹത്തിൽ എത്തിക്കാൻ വേണ്ടിയാണ്. ബഹുമാനപ്പെട്ട തങ്ങന്മാരുടെ നേതൃത്വത്തിൽ നമുക്കൊരു സെമിനാർ നടത്താം. അതിന്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ അഹ്ലുൽ ബൈത്തിനെ സംബന്ധിച്ചും അതേപോലെ തന്നെ ബുഹാറ സാദാത്യങ്ങൾ ഇവിടെ നിർവഹിച്ച അന്നേരായി ചാബാക്കാട്ടെ ഈ സാദാത്യങ്ങളുടെ നിർമ്മിച്ച ആ ധർമ്മവും സമൂഹത്തിൽ മനസ്സിലാക്കാൻ വേണ്ടി ഒരു സെമിനാർ സംഘടിപ്പിക്കും. നിങ്ങളൊക്കെ സജീവമായിട്ടുണ്ടാകണം. പ്രിയപ്പെട്ട ഷാവുക്കാരെ പോലുള്ളവരൊക്കെ അങ്ങനെ ധാരാളം നിങ്ങളൊക്കെ സജീവമായിട്ട് മുന്നോട്ട് വന്ന് നമ്മളൊക്കെ നേരിട്ടോ. നമ്മുടെ കാലഘട്ടത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു ദഅവത്ത് എന്ന നിലയ്ക്ക് ഇൻഷാ അല്ലാഹ് അടുത്ത ആണ്ടിനൊക്കെ മുമ്പായിക്കൊണ്ട് നമ്മൾ അത്തരത്തിലൊരു പരിപാടി ഇവിടെ അപ്പുറം പഞ്ചായത്ത് ഹോളിലോ മറ്റോ സംഘടിപ്പിച്ചാൽ ഇവിടെ വെച്ചൊന്നുമില്ല. ഒരു 10 ഈ നാട്ടിലുള്ള ആൾക്കാരെയൊക്കെ സാദാത്യങ്ങളെ മറ്റുള്ള വിളിച്ചുകൂട്ടി ഈ ചരിത്രങ്ങളൊക്കെ ഒന്ന് അവരിലേക്ക് കൈമാറുകയും അടുത്ത സമൂഹം ഇത് മനസ്സിലാക്കാൻ വേണ്ടി അല്ലാഹു നമ്മെ ഖബൂൽ ചെയ്യുമാറാകട്ടെ. طلع البدر علينا من ثنيات الوداع وجب الشكر علينا ما دعا لله داع. طلع البدر علينا من ثنيات الوداع